പാലക്കാട് ഒറ്റപ്പാലം NSS കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിപ്പട്ടികയിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും KSU നേതാവായ ദർശനാണ് കേസിലെ രണ്ടാം പ്രതി. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ, ഈ കോളേജ് ഡേയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ കമന്റ് ഇട്ടതാണ് ഇങ്ങനൊരു ആക്രമണത്തിന് കാരണമാവുന്നത്. ഈ UUC-യുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം എങ്ങനെയാണ് പോലീസ് വിശദീകരിക്കുന്നത്? എന്താണ് ശ്രീ? കോളേജിലെ ആക്രമിക്കപ്പെട്ട കാർത്തിക് എന്ന രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. KSU നേതാക്കൾ ഇന്നലെ തന്നെ ഇത് രാഷ്ട്രീയമല്ല, അത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ പ്രശ്നമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കാർത്തിക് പൂർണ്ണമായി അത് തള്ളിക്കളയുകയാണ്. ചളവറ സ്വദേശിയായ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥി കാർത്തിക് നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ച ആ പ്രതികരണമടക്കം നമുക്ക് നൽകാവുന്നതാണ്. കഴുത്തിൽ കേബിൾ കുരുക്കി ഈ വീഡിയോക്ക് താഴെ, കോളേജ് ഡേയുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തതാണ് പ്രകോപിപ്പിച്ചത്. അത് സൂരജ് KSU-ന്റെ നേതാവാണ്. അതുകൂടാതെ ദർശനുണ്ട്. മറ്റു രണ്ട് പ്രതികളും KSU ഭാരവാഹികൾ അല്ലെങ്കിൽ KSU-ന്റെ പ്രവർത്തകർ തന്നെയാണ് എന്ന് ഈ കാർത്തിക് ഉറപ്പിച്ച് പറയുന്നുണ്ട്. കഴുത്തിൽ കേബിൾ മുറുക്കിയാണ് തന്നെ ഇത്തരത്തിൽ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നും പറയുന്നു. പെട്ടെന്ന് തന്റെ ഒപ്പമുള്ള സഹപാഠികളായ വിദ്യാർത്ഥികൾ കണ്ടപ്പോൾ ഈ സംഘം അവിടെ നിന്ന് പോവുകയായിരുന്നു. ക്ലാസ്സിൽ നിന്ന് നയത്തിൽ വിളിച്ചിറക്കി, സൗഹൃദം ഭാവിച്ച് വിളിച്ചിറക്കി കൊണ്ടുപോയാണ് ഇത്തരത്തിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് വെച്ച് ഇത് ചെയ്തതെന്നും പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ മയക്കുമരുന്ന് ഉപയോഗം ഉൾപ്പെടെ SFI ആരോപിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFIയുടെ പ്രതിഷേധം ആ കോളേജിൽ നടക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതികൾ എല്ലാവരും തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഗുരുതരമായ വകുപ്പുകളടക്കം ആണ് ഈ പ്രതികൾക്ക് നേരെ ഇപ്പോൾ പോലീസ് ചുമത്തിയിട്ടുള്ളത്. TK റിജിത്ത്.